നാട്ടുകാരെ ഭയപ്പെടുത്താൻ കടുവയുടെ വ്യാജ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച യുവാവിനെ അറസ്റ്റ് ചെയ്തു. കടുവയുടെ തൊട്ടുമുന്നിൽപ്പെട്ടപ്പോൾ എടുത്ത വീഡിയോ എന്ന് പറഞ്ഞാണ് വ്യാജ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത്. കരുവാരക്കുണ്ട് സ്വദേശി ജെറിനെയാണ് വനംവകുപ്പിന്റെ പരാതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. പഴയ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്ത ശേഷം തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് ജെറിൻ സമ്മതിച്ചു. ജനവാസ മേഖലയായ കരുവാരക്കുണ്ട് ആർത്തല ചായ എസ്റ്റേറ്റിന് സമീപം വെച്ച് മുന്നിൽപ്പെട്ട കടുവയുടെ ദൃശ്യം ഫോണിൽ പകർത്തിയെന്ന് പറഞ്ഞ് വ്യാജ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച യുവാവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കരുവാരക്കുണ്ട് ചേരി CTC എസ്റ്റേറ്റിന് സമീപം താമസിക്കുന്ന മണിക്കനാമ്പറമ്പിൽ ജെറിനെയാണ് കരുവാരക്കുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തത്. യൂട്യൂബിൽ പ്രത്യക്ഷപ്പെട്ട പഴയ വീഡിയോ എഡിറ്റ് ചെയ്തതാണെന്ന് ജെറിൻ സമ്മതിച്ചിരുന്നു. വനംവകുപ്പ് നടത്തിയ പരിശോധനയിലും കടുവയുടെ സാന്നിധ്യം കണ്ടെത്താതിരുന്നതോടെ യുവാവിനെതിരെ വനംവകുപ്പ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കരുവാരക്കുണ്ട് ആർത്തല ചായ എസ്റ്റേറ്റിന് സമീപം സുഹൃത്തിനൊപ്പം ജീപ്പിൽ സഞ്ചരിക്കുകയായിരുന്ന ജെറിൻ കടുവയുടെ മുന്നിൽ അകപ്പെട്ടെന്നായിരുന്നു പ്രചാരണം. കടുവ ആക്രമിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ജീപ്പിന്റെ ഗ്ലാസ് തുറന്ന ശേഷം ദൃശ്യങ്ങൾ പകർത്തിയെന്ന് പറഞ്ഞ് ഒരു വീഡിയോ ദൃശ്യവും പ്രചരിപ്പിച്ചു. വാർത്ത പ്രചരിച്ചതോടെ വനംവകുപ്പ് സ്ഥലത്ത് പരിശോധന നടത്തിയെങ്കിലും കടുവയുടെ കാൽപ്പാടുകളോ മറ്റോ കണ്ടെത്തിയിരുന്നില്ല. തുടർന്ന് വനംവകുപ്പ് നടത്തിയ അന്വേഷണത്തിലാണ് 3 വർഷം മുൻപ് യൂട്യൂബിൽ വന്ന വീഡിയോ ജെറിൻ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുകയായിരുന്നെന്ന് കണ്ടെത്തിയത്. തുടർന്ന് ജെറിനിൽ നിന്ന് വനംവകുപ്പ് വിവരം ശേഖരിച്ചപ്പോഴും ആദ്യം തന്റെ വാദത്തിൽ ഉറച്ചുനിന്ന ജെറിൻ പിന്നീട് സൗത്ത് DFO ധനിത് ലാലിന്റെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരെത്തി ചോദ്യം ചെയ്തപ്പോൾ സത്യാവസ്ഥ വെളിപ്പെടുത്തി. ഒരു ന്യൂസുകാരോട് പോലും ഞാൻ വിളിച്ച് അങ്ങനെ സംസാരിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു ന്യൂസ് കൊടുക്കണമെന്നോ ഇങ്ങനെ ഞാനായിട്ട് ആവശ്യപ്പെട്ട ഒരു ന്യൂസുകളിൽ ഞാൻ കൊടുത്തിട്ടില്ല. ഇത് കണ്ടിട്ട് ആൾക്കാർ ഇത് എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ കടുവയെ ഇന്നടുത്ത് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല, നിങ്ങളാണല്ലോ അത് അയച്ചു കൊടുത്തത്. അല്ല, പത്രക്കാർക്ക് അയച്ചു കൊടുത്താരാ? പത്രക്കാർ ചോദിച്ചു മേടിക്കാണ്, ഞാനായിട്ട് അയച്ചു കൊടുക്കല്ലേ. നിങ്ങൾ ചോദിച്ചെങ്കിൽ അത് അയച്ചു കൊടുത്തത് നിങ്ങളാണല്ലോ. നിങ്ങൾ കണ്ടു എന്നും പറഞ്ഞ് അയച്ചു കൊടുത്തത് ഈ വരുന്ന ന്യൂസിലൊക്കെ കണ്ട് നിങ്ങളാണല്ലോ അയച്ചു കൊടുത്തത് അല്ലേ? അല്ലാതെ റിപ്പോർട്ടർമാർ വിളിച്ചു ചോദിച്ചപ്പോൾ നിങ്ങൾ അയച്ചു കൊടുത്തു. നിങ്ങൾ അയച്ചു കൊടുത്ത് വേറെ എവിടുത്തെ സാധനം നിങ്ങൾ എഡിറ്റ് ചെയ്ത് അയച്ചു കൊടുത്തു അല്ലേ? അവരടുത്ത് പറഞ്ഞത് എഡിറ്റ് ചെയ്താന്ന് പറഞ്ഞവർ നിങ്ങൾ ഒന്നും പറഞ്ഞില്ല. അല്ല, അപ്പൊ അവർ ഓട്ടോമാറ്റിക് ആയിട്ട് വിശ്വസിച്ചിരിക്കുന്നത് നിങ്ങൾ ഇവിടെ കണ്ട ഏതൊരു ഇതിന്റെ ഫോട്ടോ കടുവ സാന്നിധ്യം ഈ പ്രദേശത്തുണ്ട്. കടുവ സാന്നിധ്യത്തിന്റെ പ്രശ്നങ്ങൾ ഞങ്ങൾ ഇവിടെ കടുവേനെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ കടുവയ്ക്ക് കൂട് വെച്ചിട്ടുണ്ട്, ഓടിച്ചു വിട്ടിട്ടുണ്ട്. പല പ്രാവശ്യം പല വന്യമൃഗങ്ങളെ ആക്രമിച്ചതിന് നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ട്. അതല്ല നിങ്ങൾ ഈ ഞങ്ങൾ പുലിയും കടുവനെയും വന്യമൃഗങ്ങളൊക്കെ ആക്രമിച്ചവരുടെ നഷ്ടപരിഹാരമൊക്കെ കൊടുത്തിട്ടുണ്ട്. എങ്കിലും നിങ്ങൾ ചെയ്തത് എന്ന് പറയുന്നത് ഒരു മലയോര മേഖലകളിലെ ജനതയെ മൊത്തം ആശങ്കയിലാക്കുന്ന ഒരു പരിപാടിയാണ്. ആണല്ലോ ഇത്? ഇവിടെ ഇഷ്ടം പോലെ ടാപ്പിംഗ് തൊഴിലാളികളുണ്ട്. നിങ്ങൾ ഈ പ്രദേശത്ത് കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ കൃഷി ചെയ്യുന്നതും അങ്ങനെയുള്ള ആൾക്കാരുള്ള സ്ഥലമാണോ? ജനങ്ങളിൽ ഭീതിയുണ്ടാക്കാൻ ലക്ഷ്യമിട്ട് തെറ്റായ ദൃശ്യം പ്രചരിപ്പിച്ചതിന് ഇയാൾക്കെതിരെ വനംവകുപ്പ് പോലീസിൽ പരാതി നൽകി. തുടർന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കേരള വിഷൻ, കരുവാരക്കുണ്ട്.